നമസ്കാരം. എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡെയിലി ഇംഗ്ലീഷ്, മലയാളം ക്വസ്റ്റ്യൻസ് നോക്കി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ഡിഫറൻ്റ് ആണ്. അതായത് നമ്മൾ കൂടുതൽ വൊക്കാബുലറി ഉൾപ്പെടുത്താൻ നോക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ എല്ലാം തന്നെ വൊക്കാബുലറി ആണ്. അറിയാം, നമുക്ക് ആന്റോണിം സിനോണിമാണ് ഈ എക്സാംസിന് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും പ്രീവിയസിൽ നിന്ന് നമുക്ക് ഒരെണ്ണം പോലും മിസ്സാവാൻ പാടില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പുതിയതായിട്ടൊരു ആന്റോണിം സിനോണിം ചോദിച്ചാൽ അത് ഓൾമോസ്റ്റ് 90% ആൾക്കാർക്കും കിട്ടാറില്ല. എന്നാൽ പ്രീവിയസിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയും എന്നാൽ കുറച്ചൊക്കെ പുതിയതായിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആന്റോണിം സിനോണിം അതുപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്രേസൽ, വെർബ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണുക, അതുപോലെ ഓർത്തിരിക്കുക. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറയുന്ന ആന്റോണിം സിനോണിം എന്നും ഒരു പ്രാവശ്യം നമ്മൾ കണ്ടുകൊണ്ട് ഓർത്തിരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് വേറെ എവിടെയെങ്കിലും വായിക്കുമ്പോൾ നമുക്കത് വീണ്ടും നന്നായിട്ട് മനസ്സിൽ പതിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നോക്കാം. സിനോണിംസ് ആണ് പറയുന്നത്. ക്യൂരിയോസിറ്റി, നമുക്കറിയാം ക്യൂരിയോസിറ്റി എന്താ? ജിജ്ഞാസ എന്നാണ് ക്യൂരിയോസിറ്റിക്ക് മലയാളത്തിൽ പറയുന്നത്. എന്നാൽ അതിൻ്റെ സിനോണിമാണ് ഇൻക്വിസിറ്റീവ്നെസ്. നോട്ട് ചെയ്ത് വെക്കുക. ഇൻക്വിസിറ്റീവ്നെസ് എന്ന് വെച്ചാൽ ക്യൂരിയോസിറ്റി എന്നാണ് മീനിങ്. നമുക്ക് ഈ ക്യൂരിയോസിറ്റി അറിയായിരിക്കും, പക്ഷെ അതിൻ്റെ മീനിങ് വരുന്ന ഒരു വേർഡാണ് ഇൻക്വിസിറ്റീവ്നെസ് എന്ന് ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും. അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. ഇൻക്വിസിറ്റീവ്നെസ് എന്ന് വെച്ചാലും ജിജ്ഞാസ അല്ലെങ്കിൽ അറിയാനുള്ള മോഹം എന്ന് തന്നെയാണ് അർത്ഥം. അതിൻ്റെ എന്ത് ചെയ്യണം? ഈ പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്പെല്ലിങ്ങും കൂടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇൻക്വിസിറ്റീവ്നെസ് എന്ന് എഴുതാം. അത് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക. സ്പെല്ലിംഗ് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു വേർഡ് എടുക്കുകയാണെങ്കിൽ അതിനെ 2-3 സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴായിരിക്കും സ്പെല്ലിംഗ് എളുപ്പമായിട്ട് വരുന്നത്. ഇനി നോക്കാം. അക്യൂട്ടിൻ്റെ സിനോണിം എന്താണ്? ഷാർപ്പ്. അക്യൂട്ട് എന്ന് വെച്ചാൽ സൂക്ഷ്മമായ അല്ലെങ്കിൽ മൂർച്ചയുള്ള അല്ലെങ്കിൽ കൂർത്ത എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അതേ മീനിങ് ആണ് ഷാർപ്പിനും വരുന്നത്. അതായത് കൂർത്ത എന്നൊക്കെ പറയുന്നത് അക്യൂട്ടിൻ്റെ ഒരു സിനോണിമാണ്. ഇനി അമിക്കബിളും അമിയബിളും അതൊരിക്കലും മാറിപ്പോകരുത്. കൺഫ്യൂസിങ് വേർഡ്സിൽ വരുന്നതാണ്. അമിക്കബിൾ ഫ്രണ്ട്ലി എന്നാണ് മീനിങ്. അമിയബിൾ എന്താണ്? ലവബിൾ എന്നാണ് മീനിങ്. നോട്ട് ചെയ്ത് വെക്കുക. അമിക്കബിൾ എന്താണ്? ഫ്രണ്ട്ലി. അമിയബിൾ ലവബിൾ. ഇനി ബെനവലൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹ്യൂമെയിൻ. ബെനവലൻറ്റിൻ്റെ ശരിക്കുള്ള മീനിങ് എന്തായിരുന്നു? കരുണയുള്ള അല്ലെങ്കിൽ ദയയുള്ള. അതാണ് ബെനവലൻറ്റ് എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്. അതിനുള്ള ഒരു സിനോണിമാണ് ഹ്യൂമെയിൻ. എന്താണ് സിനോണിം? ഹ്യൂമെയിൻ എന്ന് പറയും. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ക്യൂരിയോസിറ്റി, ജിജ്ഞാസ, ഇൻക്വിസിറ്റീവ്നെസ്, അക്യൂട്ട് കൂർത്ത അല്ലെങ്കിൽ മൂർച്ചയുള്ള, ഷാർപ്പ്, അമിക്കബിൾ ഫ്രണ്ട്ലി, അമിയബിൾ ലവബിൾ, ബെനവലൻറ്റ് ദയയുള്ള അല്ലെങ്കിൽ കരുണയുള്ള, ഹ്യൂമെയിൻ. അടുത്ത ഇനി ആന്റോണിം നോക്കാം. ആന്റോണിം നമുക്ക് നോക്കുമ്പോൾ എമിഗ്രൻറ്റും ഇമിഗ്രൻറ്റും എന്താ വ്യത്യാസം? എമിഗ്രൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇമിഗ്രൻറ്റ്. എമിഗ്രൻ്റ് എന്ന് വെച്ചാൽ പ്രവാസികളെയാണ് എമിഗ്രൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവിടെ പോയി ജോലി ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രവാസി എന്നാണ് വിളിക്കുന്നത്. അതിന് പറയുന്ന വാക്കാണ് എമിഗ്രൻ്റ്. എന്നാൽ ഇമിഗ്രൻ്റ് എന്താ? ഇപ്പോൾ ഒരാൾ കാനഡയ്ക്ക് പോകുന്നു. അദ്ദേഹം അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ തന്നെ സെറ്റിൽ ചെയ്ത് അവിടെ തന്നെ ജീവിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇമിഗ്രൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എമിഗ്രൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇമിഗ്രൻ്റ്. എമിഗ്രൻ്റ് എന്ന് വെച്ചാൽ എമിഗ്രൻ്റ് എന്ന് വെച്ചാൽ പ്രവാസിയും ഇമിഗ്രൻ്റ് എന്ന് വെച്ചാൽ കുടിയേറ്റക്കാരൻ എന്നാണ് മീനിങ്. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക. എമിഗ്രൻ്റ് പ്രവാസി, ഇമിഗ്രൻ്റ് കുടിയേറ്റക്കാരൻ. അപ്പോൾ എമിഗ്രൻറ്റിൻ്റെ ആന്റോണിമും ഇമിഗ്രൻ്റ് ആണ്. അടുത്ത് ത്രിഫ്റ്റ്, എക്സ്ട്രാവാഗൻസ്. ത്രിഫ്റ്റ്, എക്സ്ട്രാവാഗൻസ്. ഈ എക്സ്ട്രാവാഗൻസ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ധാരാളിത്തം എന്ന് പറയാം. അതായത് ഒരാവശ്യമില്ലാതെ നമ്മൾ ധാരാളമായിട്ട് വിനിയോഗിക്കുന്നതിനാണ് എക്സ്ട്രാ വാഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രിഫ്റ്റിൻ്റെ മീനിങ് എന്തായിരിക്കും? മിതത്വം. ഒരു മിതത്വത്തിനെയാണ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. എക്സ്ട്രാ വാഗൻസ് എന്താണെന്നറിയാം? ധാരാളിത്തമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ത്രിഫ്റ്റ് അല്ലെങ്കിൽ ആന്റോണിമാണ് ത്രിഫ്റ്റ്. എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? മിതത്വം എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി ഡൈനാമിക്, സ്റ്റാറ്റിക്. അത് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫിസിക്സിൽ പഠിക്കാറുണ്ട്. ഡൈനാമിക് എനർജി, സ്റ്റാറ്റിക് എനർജി. ഡൈനാമിക് എന്ന് വെച്ചാൽ ഒരു മൂവ്മെൻറ്റുമായിട്ട് ബന്ധമുള്ള വേർഡാണ് ഡൈനാമിക്. എന്നാൽ സ്റ്റാറ്റിക് എന്താ? നിശ്ചലമായ. ഇനി അമേച്ചറും പ്രൊഫഷണലും. അമേച്ചറിൻ്റെ ഓപ്പോസിറ്റ് ആണ് പ്രൊഫഷണൽ. എന്താ വ്യത്യാസം? അമേച്ചർ എന്ന് വെച്ചാൽ ഒരു ജോലി ഒരാൾ ചെയ്യുന്നു, അത് അദ്ദേഹത്തിന് വിനോദത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതായത് ഒരു സാമ്പത്തിക ലാഭം മുൻനിർത്തി അല്ല അദ്ദേഹം ആ ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് അമേച്ചർ എന്ന് പറയുന്നത്. എന്നാൽ പ്രൊഫഷണൽ എന്ന് വെച്ചാലോ
അതായത് ജീവനോപാധിയായിട്ടാണ് അദ്ദേഹം ആ തൊഴിലിനെ കാണുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഇനി നോക്കാം റിജിഡും ഫ്ലെക്സിബിളും. റിജിഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഫ്ലെക്സിബിൾ. റിജിഡ് എന്ന് വെച്ചാൽ എന്താ, വളയ്ക്കാനാവാത്ത അല്ലെങ്കിൽ കട്ടിയുള്ള, അതൊക്കെയാണ് റിജിഡ്. ഫ്ലെക്സിബിൾ എന്താ, വളയ്ക്കാൻ പറ്റുന്ന, അങ്ങനെയുള്ള ഒരു മീനിങ് ആണ് ഫ്ലെക്സിബിളിന് വരുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. എമിഗ്രന്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഇമിഗ്രന്റ്. എമിഗ്രന്റ് പ്രവാസി, ഇമിഗ്രന്റ് കുടിയേറ്റക്കാരൻ. ത്രിഫ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താ, എക്സ്ട്രാവാഗൻസ്. ത്രിഫ്റ്റ് എന്ന് വെച്ചാൽ മിതത്വം പാലിക്കുന്നത്, എക്സ്ട്രാവാഗൻസ് ധാരാളിത്തം. ഇനി ഡൈനാമിക്കിന്റെ ഓപ്പോസിറ്റ് സ്റ്റാറ്റിക്. അമേച്ചറിന്റെ ഓപ്പോസിറ്റ് എന്താണ്, പ്രൊഫഷണൽ. അമേച്ചർ എന്തായിരുന്നു, ജോലി ഒരു വിനോദത്തിന് വേണ്ടി ചെയ്യുന്ന ആളെയാണ് അമേച്ചർ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ആണെങ്കിലോ ആ ജോലി അദ്ദേഹം തൻ്റെ ജീവനോപാധിയായിട്ടാണ് കാണുന്നത്. ഇനി റിജിഡിന്റെ ഓപ്പോസിറ്റ് ഫ്ലെക്സിബിൾ. റിജിഡ് എന്താ, നമുക്ക് വളയ്ക്കാൻ പറ്റുന്നത്, വളയ്ക്കാൻ പറ്റാത്തത്. റിജിഡ് എന്തായിരുന്നു, വളയ്ക്കാൻ പറ്റാത്തത്. ഫ്ലെക്സിബിൾ ആണ് വളയ്ക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത് നോക്കാം, ഫ്രേസൽ വെർബുകളാണ്. ഇതിപ്പോൾ കോളുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസൽ വെർബ്സ് ആണ് പറയുന്നത്. ഓരോ ദിവസം ഓരോ ടൈപ്സ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് രണ്ടും എപ്പോഴും ചോദിക്കുന്നതാണ്, കോളറ്റും കോളോണും. കോളറ്റും കോളോണും. കോളറ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു, വിസിറ്റ് എ പ്ലേസ് ആണ് മീൻ ചെയ്യുന്നത്. കോളറ്റ് എന്ന് വെച്ചാൽ വിസിറ്റ് എ പ്ലേസ്, ഒരു സ്ഥലം സന്ദർശിക്കുന്നതിനെയാണ് കോളറ്റ് എന്ന് പറയുന്നത്. എന്നാൽ കോൾ ഓൺ എന്താണ്, വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നതിനാണ് കോൾ ഓൺ എന്ന് പറയുന്നത്. അത് മാറിപ്പോകരുത്, അത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. കോളറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രദേശം സന്ദർശിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥലം സന്ദർശിക്കുന്നത്. കോൾ ഓൺ ആണെങ്കിൽ ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നത്. ഇനി കോൾ അപ്പ് എന്താ, കോൾ അപ്പ് റീകളക്ട് ചെയ്യുക, അതായത് നമ്മൾ ഓർത്തെടുക്കുക, പല കാര്യങ്ങൾ റീകളക്ട് ചെയ്യുക എന്ന് പറയും. പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിനെയൊക്കെയാണ് കോൾ അപ്പ് എന്ന് പറയുന്നത്. അതുപോലെ കോൾ ഓഫ് എന്താ, ക്യാൻസൽ സംതിങ്, എന്തെങ്കിലും വേണ്ടാന്ന് വെക്കുന്നതിനാണ് കോൾ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കോളറ്റ് എന്തായിരുന്നു, ഒരു പ്ലേസ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിനാണ് കോളറ്റ് എന്ന് പറയുന്നത്. കോൾ ഓൺ എന്തായിരുന്നു, ഒരു വ്യക്തിയെ വിസിറ്റ് ചെയ്യുന്നതാണ് കോൾ ഓൺ പറയുന്നത്. പിന്നെ കോൾ അപ്പ് പറഞ്ഞു എന്തായിരുന്നു, റീകളക്ട് ആണ്. പിന്നെ എന്താ പറയുക, കോൾ ഓഫ് പറഞ്ഞു, അതെന്താ, ക്യാൻസൽ സംതിങ്, എന്തെങ്കിലും വേണ്ടാന്ന് വെക്കുന്നതിനാണ് കോൾ ഓഫ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, കോൾ ഫോറും കോൾ ഔട്ടും എന്താണെന്ന് നോക്കാം. കോൾ ഫോർ എന്ന് വെച്ചാൽ എന്താ, ഡിമാൻഡ് ചെയ്യുക, എന്തെങ്കിലും ആവശ്യപ്പെടുക, കോൾ ഫോർ. അടുത്ത കോൾ ഔട്ട് എന്ന് വെച്ചാൽ ടു സമോൺ ഓർ ഓർഡർ, അതായത് ഒച്ചത്തിൽ എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിനാണ്, നിർബന്ധമായിട്ട് അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, കോൾ ഔട്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. കോൾ അറ്റ് പറഞ്ഞു എന്തായിരുന്നു, ഒരു സ്ഥലം സന്ദർശിക്കുന്നതാണ്. കോൾ ഓൺ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നതാണ്. കോൾ അപ്പ് എന്ന് വെച്ചാൽ നമ്മൾ റീകളക്ട് ചെയ്യുന്നത്, അതായത് ഓർമ്മിച്ചെടുക്കുന്നതാണ്. കോൾ ഓഫ് എന്ന് വെച്ചാൽ എന്തെങ്കിലും വേണ്ടാന്ന് വെക്കുന്നത്, ക്യാൻസൽ സംതിങ് ആണ്. കോൾ ഫോർ എന്ന് വെച്ചാൽ ഡിമാൻഡ് ചെയ്യുന്നതാണ് കോൾ ഫോർ. കോൾ ഔട്ട് എന്ന് വെച്ചാൽ എന്തായിരുന്നു, ടു സമോൺ ഓർ ഓർഡർ, അല്ലെങ്കിൽ എന്തെങ്കിലും ശക്തമായിട്ട് ആവശ്യപ്പെടുക, അതിനെയാണ് കോൾ ഔട്ട് എന്ന് പറയുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എത്ര പ്രാവശ്യം കേട്ടാലും അത് നിങ്ങൾക്ക് ബെനിഫിറ്റേ ഉണ്ടാകത്തുള്ളൂ. കാരണം ഇത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ അത് ഓർത്തിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അടുത്ത് നോക്കാം, കോൾ ഓവർ. കോൾ ഓവർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ലിസ്റ്റ് ഓഫ് നെയിംസ് റീഡ് ചെയ്യുന്നത്, വായിക്കുന്നതിനെയാണ് കോൾ ഓവർ എന്ന് പറയുന്നത്. ടീച്ചേഴ്സൊക്കെ കുട്ടികളുടെ ലിസ്റ്റ് വായിക്കില്ലേ, അതിനെയാണ് കോൾ ഓവർ എന്ന് പറയുന്നത്. ഇനി കോൾ അപ്പോൺ എന്ന് വെച്ചാൽ അനൗൺസ് ചെയ്യുക, പ്രഖ്യാപിക്കുക, അതിനെയാണ് കോൾ അപ്പോൺ എന്ന് പറയുന്നത്, അനൗൺസ് ചെയ്യുക. ഇനി കോൾ ഇൻ എന്ന് വെച്ചാൽ ടു ഓർഡർ ഫോർ പ്രസൻസ്, അതായത് നമ്മുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി വിളിക്കുന്നതിനെയാണ് കോൾ ഇൻ എന്ന് പറയുന്നത്. ഇനി കോൾ ഫോർത്ത് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ടു കോസ് സംതിങ് ടു ആക്ഷൻ, ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ എന്തെങ്കിലും നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നതിനാണ് കോൾ ഫോർത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷീ കോൾഡ് ഫോർ ഹെർ കറേജ് എന്ന് പറയാം. ഷീ കോൾഡ് ഫോർ ഹെർ കറേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ സ്വന്തം ധൈര്യം അവൾക്ക് തിരിച്ച് എടുക്കേണ്ട വന്നു, അതായത് അത് ആക്ഷനിലായി. അങ്ങനെയൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ പറയാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കോൾ ഓവർ എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മൾ ലൈൻസ് റീഡ് ചെയ്യുന്ന ഒരു കുട്ടികളുടെ ലിസ്റ്റ് റീഡ് ചെയ്യുന്നതിനെയാണ് കോൾ ഓവർ എന്ന് പറയുന്നത്. കോൾ അപ്പോൺ എന്തായിരുന്നു, അനൗൺസ് ചെയ്യുക. കോൾ ഇൻ എന്ന് വെച്ചാൽ ടു ഓർഡർ ഫോർ പ്രസൻസ്, ടു ഓർഡർ ഫോർ പ്രസൻസ് ആണ് കോൾ ഇന്ന്. കോൾ ഫോർത്ത് എന്തായിരുന്നു, ടു കോസ് സംതിങ് ടു ആക്ഷൻ. കോൾ ഫോർത്ത് ആണ് ടു കോസ് സംതിങ് ടു ആക്ഷൻ. എക്സാമ്പിൾ പറഞ്ഞു, ഷീ കോൾഡ് ഫോർത്ത് ഹെർ കറേജ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. കോൾ അറ്റ് എന്തായിരുന്നു, വിസിറ്റ് എ പ്ലേസ് ആണ്, മാറിപ്പോയത്. കോൾ അറ്റൊക്കെ നമ്മളൊരു സ്ഥലത്തിന് മുമ്പല്ലേ ഉപയോഗിക്കുന്നത്, അപ്പോൾ കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ് ആണ്. കോൾ ഓൺ എന്തായിരുന്നു, വിസിറ്റ് എ പേഴ്സൺ ആണ്. കോൾ അപ്പ് എന്തായിരുന്നു, റീകളക്റ്റ് ആണ്. കോൾ ഓഫ് എന്തായിരുന്നു, ക്യാൻസൽ സംതിങ് ആണ്. കോൾ ഫോർ ഡിമാൻഡ് ആണ്.
കോൾ ഔട്ട് ടു സമോൺ ഓർ ഓർഡർ ആണ്. ഇനി കോൾ ഓവർ എന്തായിരുന്നു? റീഡിംഗ് ലിസ്റ്റ് ഓഫ് നെയിംസ് ആണ്. കോൾ അപ്പോൺ അനൗൺസ് ആണ്. കോൾ ഇൻ ടു ഓർഡർ ഫോർ പ്രസൻസ് ആണ്. ഇനി കോൾ ഫോർത്ത് എന്തായിരുന്നു? ടു കോസ് സംതിങ് ടു ആക്ഷൻ. എന്താണ്? ടു കോസ് സംതിങ് ടു ആക്ഷൻ. അപ്പോൾ മാറിപ്പോകരുതാത്ത കോളറ്റും കോളോണും ആണ്. കോളറ്റ് ഒന്നുകൂടെ പറയാം, വിസിറ്റ് എ പ്ലേസ് ആണ്. കോളോൺ വിസിറ്റ് എ പേഴ്സൺ ആണ്. ഇനി ഇഡിയംസ് ആണ്. അത് നോക്കാം, അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 1 മാർക്ക് നമുക്ക് കിട്ടാം, സിമ്പിളായിട്ട് കിട്ടാം. ഈ പറയുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 10-200 ഇഡിയംസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് വിട്ടാൽ മതി, ഉറപ്പായിട്ടും ആ മാർക്ക് കിട്ടും. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനാണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. ഇനി ടു ബിൽഡ് കാസ്റ്റിൽസ് ഇൻ ദ എയർ, അത് നമുക്ക് മലയാളത്തിലേക്ക് മാറ്റിയാൽ മനസ്സിലാവും. എന്തായിരിക്കും? ടു ഫോം ഇമാജിനറി പ്ലാൻസ്, നടക്കാൻ സാധ്യതയില്ലാത്ത പ്ലാൻസ് ഉണ്ടാക്കുന്നതിനെയാണ് ടു ബിൽഡ് കാസ്റ്റിൽസ് ഇൻ ദ എയർ എന്ന് പറയുന്നത്. അടുത്തത് അറ്റ് 6s and 7s എന്താ മീൻ ചെയ്യുന്നത്? കൺഫ്യൂഷൻ ഓർ ഇൻ കംപ്ലീറ്റ് ഡിസോർഡർ. കൺഫ്യൂഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഡിസോർഡറിലാകുന്നതിനാണ് അറ്റ് 6s and 7s എന്ന് പറയുന്നത്. അറ്റ് ആൻ ആംസ് ലെന്ത്, അതായത് ഒരു കയ്യകലം എന്ന് വെച്ചാൽ എന്താ? ഒരു ടു കീപ്പ് എവേ അറ്റ് എ ഡിസ്റ്റൻസ്, ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിനെയാണ് അറ്റ് ആൻ ആംസ് ലെന്ത് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് വെച്ചാൽ എന്താ? കോസ് ഓഫ് ഡിസ്പ്യൂട്ട്, വഴക്കുണ്ടാകാനുള്ള അല്ലെങ്കിൽ തർക്കമുണ്ടാകാനുള്ള ഒരു കാരണത്തെയാണ് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറയുന്നത്. ഇനി ബറി ദ ഹാഷറ്റ് എന്താ മീൻ ചെയ്യുന്നത്? സമാധാനം ഉണ്ടാക്കുക, മേക്ക് പീസ്, അതാണ് ബറി ദ ഹാഷറ്റ്. അടുത്ത 40 വിങ്സ് എന്ന് വെച്ചാൽ എ ഷോർട്ട് സ്ലീപ്പ്, അതായത് ഉച്ചമയക്കത്തിനെയൊക്കെയാണ് 40 വിങ്സ് എന്ന് പറയുന്നത്. എന്താണ് 40 വിങ്സ്? എ ഷോർട്ട് സ്ലീപ്പ്. നമുക്കൊന്നുകൂടെ നോക്കാം, എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്തായിരുന്നു? സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണ്. ടു ബിൽഡ് കാസ്റ്റിൽസ് ഇൻ ദ എയർ എന്താണ്? ടു ഫോം ഇമാജിനറി പ്ലാൻസ് ആണ്. ഇനി അറ്റ് 6s and 7s എന്തായിരുന്നു? കൺഫ്യൂഷൻ ഓർ ഇൻകംപ്ലീറ്റ് ഡിസോർഡർ. അടുത്ത അറ്റ് ആൻ ആംസിൽ എന്താണ്? ടു കീപ്പ് എവേ അറ്റ് എ ഡിസ്റ്റൻസ് ആണ്. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്തായിരുന്നു? കോസ് ഓഫ് ഡിസ്പ്യൂട്ട്, തർക്കമുണ്ടാകാൻ കാരണമാണ്. ബറി ദ ഹാഷറ്റ് എന്തായിരുന്നു? മേക്ക് പീസ്, സമാധാനം ഉണ്ടാക്കുക. 40 വിങ്സ് എന്തായിരുന്നു? ഒരു ചെറുമയക്കം അല്ലെങ്കിൽ ഷോർട്ട് സ്ലീപ്പിനെയാണ് 40 വിങ്സ് എന്ന് പറയുന്നത്. അടുത്ത നോക്കാം, ഫോറിൻ വേർഡ്സ് ആണ് കേട്ടോ. ഫോറിൻ വേർഡ്സ് നോട്ട് ചെയ്ത് വെക്കുക. അബ് ഇനിഷ്യോ, അവിടെ ഇനിഷ്യോ നോക്കുക. അപ്പോൾ എന്തായിരിക്കും? ഫ്രം ദ ബിഗിനിങ്, ഇനിഷ്യൽ തൊട്ട് ഫ്രം ദ ബിഗിനിങ്, അബ് ഇനിഷ്യോ. ഇനി അഡ്ഹോക്ക് കേട്ടിട്ടുണ്ട്, അഡ്ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഫോംഡ് ഓർ ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് അഡ്ഹോക്ക് എന്ന് പറയുന്നത്. ഇനി അഡ് ഇൻട്രം, ഇൻറ്ററിം, അഡ് ഇൻറ്ററിം, ഇൻട്രീം ഗവൺമെൻറ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അഡ് ഇൻറ്ററിം എന്ന് വെച്ചാൽ ഇൻ ദ മീൻ ടൈം ഓർ ടെമ്പററി, അല്ലെങ്കിൽ ടെമ്പറലായിട്ടുണ്ടാകുന്ന ഒരു കാര്യത്തിനെയാണ് അഡ് ഇൻറ്ററിം എന്ന് പറയുന്നത്, താൽക്കാലികമായിട്ടുള്ളത്. ഓപ്പസ് മാഗ്നം, ഓപ്പസ് മാഗ്നം എന്തായിരുന്നു? എ ഗ്രേറ്റ് വർക്ക് ഓർ കോമ്പോസിഷൻ, ഒരു വലിയ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഗ്രേറ്റ് വർക്കിനെയാണ് ഓപ്പസ് മാഗ്നം എന്ന് പറയുന്നത്. ഇനി ഫെലോഡിസെ എന്താണ്? സൂയിസൈഡ്, ആത്മഹത്യയാണ് ഫെലോഡിസെ എന്ന് മീൻ ചെയ്യുന്നത്. മോഡസ് ഓപ്പറൻറ്റി, അത് നമുക്ക് ഈ പറയുന്ന വേർഡിൽ നിന്ന് കിട്ടും. മോഡ് ഓഫ് ഓപ്പറേഷൻ, എന്താണ്? മോഡസ് ഓപ്പറൻറ്റി ആണ് മോഡ് ഓഫ് ഓപ്പറേഷൻ. ഫോറിൻ വേർഡ്സ് നോക്കാവുന്നൂടെ. അബിനിഷോ, ഫ്രം ദ ബിഗിനിങ്. അഡ്ഹോക്ക്, ഫോംഡ് ഓർ ക്രിയേറ്റഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. അഡ് ഇൻറ്ററിം എന്തായിരുന്നു? ഇൻ ദ മീൻ ടൈം ഓർ ടെമ്പററി. അടുത്ത ഓപ്പസ് മാഗ്നം എന്തായിരുന്നു? ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ ഗ്രേറ്റ് വർക്കിനെയാണ് ഓപ്പസ് മാഗ്നം എന്ന് പറയുന്നത്, എ ഗ്രേറ്റ് വർക്ക് ഓർ കോമ്പോസിഷൻ. ഫെലോഡിസെ, സൂയിസൈഡ്. മോഡസ് ഓപ്പറൻറ്റി, മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ. അടുത്ത നോക്കാം, ഇനി കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സ് ആണ് കേട്ടോ, അതുകൂടെ നിങ്ങൾ നോക്കി പോണേ. അപ്പം നമുക്ക് നോക്കാം, ക്യാൻവാസും ക്യാൻവാസും രണ്ടും ഒരുപോലെ തന്നെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, എന്നാൽ അത് വ്യത്യാസമുണ്ട്. ക്യാൻവാസ് എന്ന് വെച്ചാൽ എന്താ? ഒരു എസ് മാത്രമാണെങ്കിൽ നമുക്കറിയാം പടം വരയ്ക്കുന്ന അല്ലെങ്കിൽ ചിത്രരചന നടത്തുന്ന ക്യാൻവാസ്. എ ക്ലോത്ത് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ആൻഡ് മേക്കിംഗ് ടെൻസ്, അതായത് ഒന്നെങ്കിൽ നമ്മൾ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെൻറ്റ് ഉണ്ടാക്കാൻ നിർമ്മിക്കുന്ന ക്ലോത്തിനെയാണ് ക്യാൻവാസ് എന്ന് പറയുന്നത്. ഇനി ക്യാൻവാസ് എന്ന് പറയുന്നത് ഡബിൾ എസ് ആണെങ്കിലോ ക്യാമ്പയിൻ, ക്യാമ്പയിനിങ് എന്ന് കേട്ടിട്ടില്ലേ? ആ ക്യാമ്പയിനിങ് ആണ് ക്യാൻവാസ്. ക്യാൻവാസ് ചെയ്തു എന്നൊക്കെ കേൾക്കാറില്ലേ? അതായത് ജ്വല്ലറിക്കാരൊക്കെ ക്യാൻവാസ് ചെയ്തു എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ പറയുന്ന ക്യാൻവാസ്. ഇനി അതിലിപ്പം ഡൗട്ട് ഉണ്ടാവില്ല എന്ന് ഓർക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം കേട്ടോ. ആ ഒരു എസിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. ക്യാൻവാസ് ഒരു എസ് ആണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ചിത്രരചന നടത്തുന്ന ക്യാൻവാസ് ആയിരിക്കും. അടുത്ത ക്യാൻവാസ് 2 എസ് ആണെങ്കിൽ അതിനെ ക്യാമ്പയിൻ എന്ന് പറയാം. അടുത്ത ചൈൽഡിഷും ചൈൽഡ് ലൈക്കും.
ചൈൽഡിഷ് എന്ന് വെച്ചാൽ സില്ലി, നിസ്സാരമായ, ചൈൽഡിഷ് റീസൺ ഒക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചൈൽഡിഷ് എന്ന് വെച്ചാൽ നിസ്സാരമായ. എന്നാൽ ചൈൽഡ് ലൈക്ക് എന്ന് വെച്ചാൽ ഇന്നസെന്റ്. ഇന്നസെന്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, നിഷ്കളങ്കമായ. ഇന്നസെന്റ് ആണ് ചൈൽഡ് ലൈക്ക്. നോട്ട് ചെയ്ത് വെക്കുക. ചൈൽഡിഷ് എന്ന് വെച്ചാൽ സില്ലി, നിസ്സാരമായ. എന്നാൽ ചൈൽഡ് ലൈക്ക് എന്താണ്? ഇന്നസെന്റ്, നിഷ്കളങ്കമായ. അത്രയാണ് കൺഫ്യൂസിങ് വേർഡ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ജെൻഡർ നോക്കാം. മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ ആണ്, അല്ലെങ്കിൽ പുല്ലിംഗം സ്ത്രീലിംഗം. ലാഡിൻ്റെ ഫെമിനിൻ ജെൻഡർ എന്താണ്? ലാസ് ആണ്. ലാഡ് എന്ന് വെച്ചാൽ ഒരു ആൺകുട്ടിക്കാണ് ലാഡ് എന്ന് ഉദ്ദേശിക്കുന്ന ലാഡ്. പെൺകുട്ടിയാണ് ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ലാഡെന്ന് വെച്ചാൽ ഒരു ബോയ് ആണ്, ലാസ് എന്ന് വെച്ചാൽ ഒരു ഗേൾ ആണ്. അപ്പം നെഫ്യൂവിൻ്റെ ഫെമിനിൻ ജെൻഡർ ആണ് നീസ്. നെഫ്യൂ ആരാ? നമ്മുടെ സിബ്ലിങ്ങിൻ്റെ പുത്രനെയാണ് നെഫ്യൂ എന്ന് പറയുന്നത്. അതുപോലെ സിബ്ലിങ്ങിൻ്റെ മകളെ എന്ത് പറയും? നീസ് എന്ന് പറയും. അതുപോലെ ജെന്റിൽമാൻ്റെ എന്താ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് കേട്ടിട്ടില്ലേ? അപ്പം ജെന്റിൽമാൻ്റെ ഫെമിനിൻ ജെൻഡർ ആണ് ലേഡി. അടുത്ത മാൻ്റെ എന്തായിരിക്കും? വുമൺ. സണ്ണിൻ്റെ എന്തായിരിക്കും? ഡോട്ടർ. സാറിൻ്റെ എന്തായിരിക്കും? മാഡം. ബ്രൈഡ് ഗ്രൂമിൻ്റെ ബ്രൈഡ്. നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഗ്രൂമും ബ്രൈഡ് എന്നൊക്കെയല്ലേ പറയുന്നത്, പക്ഷെ ബ്രൈഡ് ഗ്രൂം എന്നാണ് ഈ പറയുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന ആണിനെ പറയുന്ന ബ്രൈഡ് ഗ്രൂം എന്നും ആ പറയുന്ന പെൺകുട്ടിക്ക് പറയുന്ന ബ്രൈഡ് എന്നുമാണ്. ഇത് നോക്കാം. ഫിയാൻസി എന്നാണ് നമ്മളിവിടെ ഫിയാൻസെ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. നമ്മൾ ഫിയാൻസി എന്നാണ് പറയുന്നത്, ഫിയാൻസെ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഇയേ ഉള്ളൂ, ഇവിടെ 2 ഇ ഉണ്ട്. അതായത് മസ്കുലിൻ ജെൻഡറിന് ഒരു ഇയേ ഉള്ളൂ. അതായത് വിവാഹം നിശ്ചയം കഴിഞ്ഞ ഒരു പുരുഷനെയാണ് നമ്മൾ ഫിയാൻസെ എന്ന് പറയുന്നത്. അവിടെ ഒരു ഇയേ ഉള്ളൂ. ഇവിടെ ഫിയാൻസെ എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ 2 ഇ ഉണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്? വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഫിയാൻസെ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. ലാഡിൻ്റെ ഫെമിനിൻ ജെൻഡർ എന്തായിരുന്നു? ലാസ്. ലാഡ് എന്ന് വെച്ചാൽ ബോയ്, ലാസ് എന്ന് വെച്ചാൽ ഗേള്. നെഫ്യൂ എന്തായിരുന്നു? നീസ്. നെഫ്യൂ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ സിബ്ലിങ്ങിൻ്റെ, നമ്മുടെ അല്ലെങ്കിൽ കൂടപ്പിറപ്പിൻ്റെ മകനെയാണ് നമ്മൾ നെഫ്യൂ എന്ന് പറയുന്നത്. മകളാണെങ്കിൽ നീസ് ആയിരിക്കും. സ്പെല്ലിങ്ങും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ജെന്റിൽമാൻ്റെ എന്തായിരിക്കും? ലേഡി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ കേട്ടിട്ടുണ്ട്. മാൻ്റെ വുമൺ ആയിരിക്കും. സണ്ണ് ഡോട്ടർ ആയിരിക്കും. സാറിൻ്റെ എന്തായിരിക്കും? മാഡം ആയിരിക്കും. ബ്രൈഡ് ഗ്രൂം നോക്കുക, ബ്രൈഡ് ആയിരിക്കും. ബ്രൈഡ് ഗ്രൂം ബ്രൈഡ്. ഫിയാൻസെ ഫിയാൻസെ. ഫിയാൻസേക്ക് രണ്ടും ഒരുപോലെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു ഈയുടെ കുറവുണ്ട്. മസ്കുലിൻ ജെൻഡറിൽ ഒരു ഈയുടെ കുറവുണ്ട്. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പുരുഷനെയാണ് ഫിയാൻസെ എന്ന് പറയുന്നത്. വിവാഹം നിശ്ചയിക്കുന്ന സ്ത്രീയെയാണ് ഫിയാൻസെ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിന്നത്തെ ഈ പറയുന്ന കൺഫ്യൂസിങ് വേർഡ്സ് അല്ലെങ്കിൽ വൊക്കാബുലറി സെക്ഷനിൽ നിന്ന് വരുന്ന കുറേ ടോപ്പിക്സ്. ഇത് ഏകദേശം ഒരു 10-60 എണ്ണം ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് മറക്കാതെ കാണുക. പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ പറയുന്ന വീഡിയോസ് കിട്ടത്തുള്ളൂ. ഇങ്ങനെ പറയുന്ന വൊക്കാബുലറിയും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മാറി മാറി അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.